ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫാൻ. ഞാൻ നിൽക്കുന്നപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടോ, അതാ എല്ലാ HNSന് മുമ്പിലാണ്. ഇന്ന് ഒരു അതിഥി കൂടി ഉണ്ടോ, 4-5 മാസമായിട്ട് ആളെ കൈ കിട്ടാത്ത ആളാണ്. വിളിക്കാം, കമൺ. എന്താണ് എന്തുവാണ്? അപ്പോൾ ഷിയാബിനെ മറന്നൊരു കുറേ ഉണ്ടാവും കഴിഞ്ഞിട്ട്. മറന്നിട്ടൊന്നും ഉണ്ടാവില്ല. എന്റെ റിസൾട്ട് ചോദിക്കണതല്ലേ? ശരിയാണ്, ഷിയാബിന്റെ റിസൾട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷിയാബിനെ നമ്മളൊന്ന് കഷ്ടപ്പെട്ട് കൊടുക്കുന്നതാണ്. വലിയ എന്റർപ്രണറൊക്കെ അതിന് ശേഷം ഇപ്പോൾ ഡ്രസ്സിന്റെ പരിപാടി ആസ്ബി ഫാഷൻസ് എല്ലാവരും കാണുന്നുണ്ടാവും. ബിസിനസ്സാണ്. അപ്പോൾ എല്ലാവരും ഡ്രസ്സ് വാങ്ങിക്കണ്ട അല്ലേ? പക്ഷേ ജെൻസിനില്ല, ലേഡീസിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ വൈഫിന്, പെങ്ങന്മാർക്കും ഉമ്മാർക്കൊക്കെ വാങ്ങി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞതാ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ സെക്കൻഡ് മന്ത് ആണ്. എൻ്റെ കഴിഞ്ഞ 10 മാസമായി. എൻ്റെ കഴിഞ്ഞ നമ്മളിപ്പോൾ 2 വർഷമായില്ലേ? 2 വർഷം 3 മാസം. 3 മാസമായി. ഫ്രണ്ട് ഞാൻ ചെയ്തിട്ട് അവൻ ചെയ്തിട്ട് അങ്ങനെയാണ് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നോക്കാം. ഷിയാബിൻ്റെ റിസൾട്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതൊക്കെയാണ് നോക്കാനുള്ളത് ഇന്നത്തെ വീഡിയോയിൽ. പിന്നെ അതുപോലെ തന്നെ GFC അല്ലേ, GFC ചെയ്യണം. ആദ്യം നമുക്ക് GFCക്ക് ബ്ലഡ് കൊടുത്തിട്ട് വരാം, എന്നിട്ട് നമുക്ക് റിസൾട്ട് കാണിച്ചു തരാം. സാപ്പിട്ടാ എപ്പോഴും സാപ്പിട്ട് വെച്ചു. സാപ്പാടൊന്നും ഇല്ലേ? ലൈറ്റാ മതി, വല്ലാതെ പെയിൻ വേണ്ട. എന്താണ് ഇത്? സൂര്യന്റെ വേദനന്റെ പേടി മാറുന്നില്ല. ഇനി കൈ ലൂസാക്കി കൂടെ? പ്രശ്നമില്ല. ഇങ്ങനെ വേണ്ടേ? ചോര കണ്ട തലറങ്ങണ ആൾക്കാരുണ്ടാവും. ഇത് കഴിഞ്ഞുള്ള ORS, അതിലാണ് നമ്മളെ ഇത് നടക്കുന്നത്. അത് കുടിച്ചാലാണ് നമുക്ക് സെറ്റ് ആവുള്ളൂ. PRP കൺവേർട്ട് ചെയ്താണ്ട് എനിക്ക് ഫ്രീ ആണ്, ഓന് ഫ്രീ ഇല്ല. ഞാൻ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതിൻ്റെതാണ്. 20 ml ബ്ലഡ് പോയി. 20 ml ബ്ലഡ് പോയില്ലേ? മുറിയായി. ORS കുടിച്ചാൽ 40 ml വരും. ഷിയാബിന്റെ എന്താ പ്രതിനെ പിടിക്കണ മാതിരി തുറന്നാ GFCക്ക് തുറന്നാ ഇതൊക്കെയുള്ളോട്ടെ. കുറെ കാലമായി നമുക്ക് തുറന്നു നോക്കാറേ. ഇതാണ് GFC കിറ്റ്. പേരൊക്കെ ഇല്ലേ? ഷിയാബ് സിറിഞ്ച് രൂപയില്ല. 4 രൂപ. 4 രൂപ ചെറുതുണ്ട്, വലിയൊരു രൂപ അല്ലേ? കുത്ത് എന്റെ വലിച്ച് എന്റെ ചോര കൊടുക്കാല്ലേ? എന്റെ ചോര ഏതാ കളറൊക്കെ ബിസ്മിൽ വാങ്ങിക്കോളി. എന്റെ കുത്തി കഴിഞ്ഞോട്ടോ, ഞാൻ ORS കുടിക്കും. ഒറ്റ നരമ്പില്ല, തടി ഫാറ്റ് കൂടിക്കണതേ. നമ്മളുണ്ടോ നല്ല ഫിറ്റ് ബോഡിയാണ്, നരമ്പ് പെട്ടെന്ന് കിട്ടി. മീൻബൈൽ 1/2 മണിക്കൂറിന് ശേഷം നരമ്പ് കിട്ടി ചെയ്യാവില്ല. ഇല്ലാത്ത നരമ്പ് അങ്ങനുണ്ട്. അതൊന്നും ആലോചിക്കണ്ട, ഈ ORS നോക്കിയോ, ആലോചിച്ചാൽ കഴിഞ്ഞിട്ട് കിട്ടും. അത് വണ്ടി വെച്ചാണ് നിൽക്കുക. ഇങ്ങനെ ഇഞ്ചക്ഷൻ വെക്കുമ്പോ ഓരല്ല എനിക്ക് വരുന്നില്ലടേക്ക്. ബോഡി ഫുള്ള് ഫാറ്റാണ്, അതാണ് പ്രശ്നം. ഇതൊന്ന് എക്സസൈസ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ കൊണ്ടുവരുന്ന മുടി ഉണ്ടാവില്ലേ, മുടി ഫുള്ള് പോവും. അപ്പൊ ഷിയാബേ, എന്താണ് എന്റെ അവസ്ഥ ഇപ്പോ? ട്രാൻസ്പ്ലാന്റ് മുടി വന്നില്ലേ? നോക്കിയേ നമ്മൾ എത്ര വട്ടം മുടി കട്ട് ചെയ്ത്. ഇപ്പൊ എന്റെ മുടിയായി ചോദിക്കാളെ ചുരുളിച്ചെന്റെ പ്രശ്നം ഉണ്ടോ? എങ്കിൽ ഇല്ല, ഇപ്പൊ ഇല്ല. ആദ്യം ഉണ്ടായിരുന്നു. മുടി നന്നായി നീണ്ടു വരൂലേ? മുടി നീളം വെച്ച് വരുമ്പോ അത് ചുരുളുണ്ട്, ചെറുതായി ചുരുളുണ്ടല്ലേ? എത്ര ഗ്രാഫ്റ്റ് ചെയ്യുന്നു? 3500 ഗ്രാഫ്റ്റ്. 3500 ഗ്രാഫ്റ്റ്. ഈ ഫ്രണ്ട് പോഷൻ വെച്ചതാട്ടോ. അതാ അതിന്റെ ഉള്ളൊക്കെ എങ്ങനെയാണുള്ളത് ഞാൻ കാണിച്ചു തരണേ. കണ്ടെടുത്താ ഉള്ളൊക്കെ നല്ല ഫില്ലാട്ടോ സംഭവം. ഇവിടെ ഒന്നും ഇല്ല ഈ സംഭവത്തില്. ഈ സൈഡൊന്നും ഒന്നും ഉണ്ടായില്ല. പഴയ ഫോട്ടോയിൽ കാണണം. ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ബാക്ക് നോക്കട്ടെ, ബാക്കിൽ എന്തെങ്കിലും മാറ്റണ്ടോ? ബാക്കൊക്കെ അടിപൊളിയാട്ടോ. കാണുന്ന എടുത്തൊന്നും അറിയണമെന്നില്ല കേട്ടോ. ഇവിടെ ഒന്നും. ഇനി എന്റെ ക്രൗൺ അവിടെ ക്രൗൺ കുറഞ്ഞോ? എന്താ ക്രൗൺ കുറച്ച് വിസിബിൾ ആയിനോ അറിയില്ല. അത് പണ്ടേ കുറച്ച് ഇതായിരുന്നു. ഇപ്പൊ വല്ലാണ്ടൊന്നും അറിയണില്ല കേട്ടോ. ഇല്ല, കുഴപ്പമില്ല. ഇതിപ്പോ GFC എടുത്തിട്ട് എത്ര മാസമായി? ഇപ്പൊ 3 മാസം 4 മാസമായില്ലേ? 4 മാസത്തിന് ശേഷം എടുക്കണം. അതുകൊണ്ട് പിന്നെ മുടി കൊഴിച്ചിൽ എന്തുണ്ടെങ്കിൽ ഇല്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് മന്ത്ലി എടുക്കേണ്ട ആവശ്യമില്ലല്ലേ? അങ്ങനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ മുടി നോക്കി നോക്കി അങ്ങനെ ഉണ്ട്. ഞാൻ വെച്ചിട്ട് വെച്ചതിന്റെ ക്രൗൺ ഏരിയ കണ്ടില്ലല്ലോ. ഇപ്പൊ നീ രണ്ടാമത് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് എന്താ പാട്? അടിപൊളി, ഒരു രക്ഷയില്ല. ക്രൗൺ ഏരിയ ഷെഡിങ് വളരെ ഫാസ്റ്റ് കുറവാണ്. മറ്റേത് നമുക്ക് ഫ്രണ്ട് ഏരിയ ഇപ്പോ 2 മാസം കഴിയുമ്പോൾ ഏകദേശം ഫുള്ള് പോയിന്. ക്രൗൺ ഏരിയ അതൊന്നും നോക്കിയാ അതേപോലെ ഉണ്ട് തോന്നുന്നില്ലേ? നമുക്ക് ഫില്ലായ പോലെ ഉള്ള ഗ്യാപ്പ് ഉണ്ട് അവിടെ. ഇവിടെ കുറച്ച് ഫില്ലായിട്ടുണ്ട്. ഇതിപ്പോ എത്ര മാസമായി? 2 മാസം. 2 മാസമായിട്ടില്ല. രണ്ടാമത്തെ സിറ്റിംഗ് അല്ലേ? സെക്കൻഡ് സിറ്റിംഗ് ഇത് വരുന്നുണ്ടോ? ഇവിടേക്ക് മുടി വരുന്നു. ചെറിയ മുടിയില്ല, അത് വളരെ കുറവായതാണ്. വരുന്നല്ല തോന്നുന്നത്. തൊടുമ്പോ നന്നായിട്ട് കുത്തുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ ഇത് ഫ്രണ്ട് ഏരിയ പെട്ടെന്ന് കൊയ്യുണ്ട്. ഇനി ക്രൗൺ ഏരിയ അങ്ങനെ കൊയ്യണില്ല. ഈ സൈഡൊക്കെ മുടി ഉണ്ട്. വളർച്ചയും കുറവാണ്.
പതുക്കെ വളർന്നു വരുന്നുള്ളൂ. അതാണ് ഞാൻ വന്നേ പറഞ്ഞു എന്ത് നമുക്ക് ഫ്രണ്ട് ഏരിയ ഒക്കെ നമുക്ക് ഒരു 1 ഇയർ കൊണ്ടൊക്കെ ഏകദേശം ഒക്കെ ഫില്ലായി വന്നില്ലേ, നല്ല തിക്കായി വന്നു. ഈ ക്രൗൺ ഏരിയ പറഞ്ഞാൽ അതിലേറെ കുറച്ചുകൂടി ടൈം എടുക്കും, ഒരു 1.5 വർഷമൊക്കെ എടുക്കും, നല്ല തിക്കായി. അത് തന്നെ ഫുള്ള് വരുന്നില്ല, രക്തോട്ടത്തിന്റെ പ്രശ്നം എന്താ സംഭവം അറിയില്ല. ഇവിടെ റിസൾട്ട് കുറവായിക്കാരെന്നാ പറഞ്ഞു. ഫ്രണ്ട് എങ്ങനെയുണ്ട്, തിക്കുണ്ടോ? ഫ്രണ്ട് ഇപ്പൊ കണ്ടിട്ട് എന്താണോ കുറച്ച് ഉള്ളു കുറഞ്ഞ പോലെ തോന്നുന്നുണ്ടോ? ഓക്കെ അല്ലേ? പക്ഷെ വെച്ചവിടെയൊക്കെ കുഴപ്പമില്ല കേട്ടോ, മുടിയെല്ലാം ഉണ്ട്. ഇനിയിപ്പോ ചോണതേ അങ്ങനെ തെറിച്ചിക്കണോ ഈ മുടിക്ക് വേറെ പ്രശ്നമുണ്ടേ. നമ്മൾ ഇവിടുത്തെ മുടിയൊക്കെ പറഞ്ഞാല് ചെറുതാക്കിയാലും വളർന്നു വരുമ്പോൾ ഇങ്ങനെ ചപ്പിയാ പറയാം, ഇതിങ്ങനെ നേരെ തെറിച്ച് ഇങ്ങനെ വരും, എന്നിട്ട് നമ്മളിങ്ങനെ വാർന്നു വെക്കണം. ഞാൻ അതുകൊണ്ടാണ് ഉള്ളു കാണാൻ നല്ലോണം കാണുന്നത്. ഞാൻ ചീവി വെക്കുമ്പോ അറിയാം. എന്തായാലും താരുണ്ടോ തലയില്? താരന്റെ പ്രശ്നം ഉണ്ടോ? അത് താരന്റെ ഒരു പ്രശ്നം, അത് ഡോക്ടറെ കാണിച്ചു നോക്കണം. അല്ലേ? എന്താ പറയാ, ഇത് എന്ത് സംഭവം അറിയില്ല. കഴിഞ്ഞ തവണ കണ്ടിട്ട് താരം എത്ര മൂലം കൊട്ട താരം ഇവിടെ ഉണ്ടായിന്, ചെവിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. മാമിന്റെ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞിപ്പോ 2nd month ആണ്. കഴിഞ്ഞ തവണ എന്റെ ഫ്രണ്ട് ഏരി ചെയ്ത സമയത്തും വീട്ടില് കണ്ടിട്ടുണ്ടോ മാഡം, നല്ല താരണ്ടായിരുന്നു. അതേപോലെ ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഫ്രണ്ടൊക്കെ ഇങ്ങനെ ഇവിടെ നല്ല താരം പോലെ. ഇത് എന്ത് സംഭവം, ഇതിന്റെ സൈഡ് എഫക്ട് എന്തെങ്കിലും ആണോ? പക്ഷെ ഇപ്പൊ നോക്കാം, ഇത് താരനല്ല, ഇത് ഷാംപൂ ഫ്ലേക്സ് ആണ്. നമ്മൾ വാഷ് ചെയ്യുന്നത് നല്ല പ്രോപ്പറായി ചെയ്തില്ലെങ്കിൽ ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ ലെയർ പോലെ ഇങ്ങനെ പിടിച്ച് കാണും. അത് കാണുമ്പോൾ താരന്റെ ലുക്കായിട്ടായിരിക്കും വരുന്നത്, പക്ഷെ ഇത് ഫ്ലേക്സ് ആണ്. വാഷ് പ്രോപ്പറായി ചെയ്താൽ മതി, നല്ല അമർത്തി നല്ല റബ്ബ് ചെയ്ത് വാഷ് ചെയ്താൽ മതി. ഡൈല്യൂട്ട് ചെയ്തിട്ട് വെള്ളത്തോട് തലേന്ന് അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് പേടിക്കുന്നത് വെച്ചിട്ട് നമുക്ക് മുടി കൊഴിയെന്ന് പറഞ്ഞ് പേടിച്ച് വാഷ് പ്രോപ്പറായി ചെയ്തില്ല. അപ്പൊ ഇങ്ങനെ വളരെ സ്ലോ പതുക്കെ പതുക്കെ ആയിരിക്കും ചെയ്യുന്നത്. ആ സ്കിന്നിൽ നല്ല റബ്ബ് ചെയ്ത് വാഷ് ചെയ്യണം. നമുക്ക് നെയിലും കൊണ്ട് സ്ക്രാച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നല്ല അമർത്തി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ക്ലിയർ ആവും. അതേപോലെ ശരിക്കും നമുക്ക് ഈ താരം എന്ന് പറഞ്ഞ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ? കാരണം കഴിഞ്ഞ സൈഡ് എഫക്റ്റും ഇതുമായിട്ട് ബന്ധമില്ല. താരൻ പറയുന്നതൊരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെ, സ്കാൽപ്പ് ക്ലീൻ അല്ലെങ്കിൽ വരും. അപ്പൊ വാഷ് പ്രോപ്പറായി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മതിയാവും. താരൻ വന്നാൽ ഹെയർ ലോസ് ഉണ്ടാവും. മോസ്റ്റ്ലി ആൾക്കാർക്ക് അവിടെ തൊടാൻ പേടിച്ചിട്ടാണ് പ്രോപ്പറായി വാഷ് ചെയ്യാത്തത്. അത് ഒരു ഫ്ലേക്സ് ആവുന്നു, അത് പിന്നെയും ക്ലീൻ ആക്കിയില്ലെങ്കിലാണ് താരനായി മാറുന്നത്. അപ്പൊ അപ്പോഴാണ് നമുക്ക് ഹെയർ ഫോൾ ഒക്കെ വരാൻ തുടങ്ങുന്നത്. അതേപോലെ ഇൻസ്റ്റയിൽ ഇങ്ങനെ മെസ്സേജ് കൊടുക്കുന്നു 2-3 പേര്, ഇവിടെ വന്നിട്ട് നമ്മൾ റിട്ടേൺ പോയി താരം പോലെ എന്തോ വന്നിട്ട് ഷാമ്പൂ കൊടുത്ത് സംഭവം ശരിക്കും എന്തായാലും നല്ലതായി ചോദിച്ചത്. ഇപ്പൊ ചിലർക്ക് വെറും പൗഡർ പോലത്തെ താരൻ മാത്രം നമുക്ക് കാണുമ്പോൾ തട്ടുമ്പോൾ ഇങ്ങനെ പൊടി പോലെ നിന്നില്ലേ, അങ്ങനത്തെ മാത്രം താരനാണെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് ഫുള്ള് ട്രിം ചെയ്തിട്ട് വാഷ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആകും. പക്ഷെ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. അത് സ്കിന്നിന്റെ അടി കൂടി, താരന്റെ അടി കൂടി തന്നെ സ്കിന്നിന്റെ കളറും കുറച്ചിങ്ങനെ മാറിയിട്ട് കുറെ ഇങ്ങനെ പാച്ചസ് പോലെ ഒക്കെ ഉണ്ടാവും. അത് സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണ്. അത് ക്ലിയർ ആക്കിയിട്ട് വേണം നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ട്രിം ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു പാച്ചൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു നല്ല ഡാർക്ക് ആയിട്ട് റെഡ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ലോഷനും ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്തിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ പോസ്റ്റ്പോൺ അയക്കുന്നത്. ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള സെബോറിക് ആണെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ചനുള്ളിൽ മാറും. ഒരുപാട് ഡാർക്ക് ആയിട്ട് ഒരുപാട് തിക്കായിട്ട് സ്കിന്ന് ഒരുപാട് ഡാമേജ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ 10 days 15 days ഒക്കെ സമയം എടുക്കാറുണ്ട്. ഇപ്പൊ ഇത് തന്നെ നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഇത്രയും ദൂരം വരില്ല, കേരളത്തിലേക്ക് വരുമ്പോ, അപ്പൊ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടോ? ട്രിം ചെയ്ത് അറിയാൻ പറ്റും, പക്ഷെ എല്ലാവർക്കും അത് ട്രിം ചെയ്ത് നോക്കണം എന്നുള്ളത് കമ്പൽഷൻ അല്ല. ഇപ്പൊ കുറെ നാളായിട്ട് ഒരു 3-4 വർഷമായി താരൻ എന്ത് ചെയ്തിട്ട് മാറുന്നേ ഇല്ല, എപ്പോഴും താരനുണ്ട്, ഷാമ്പു യൂസ് ചെയ്തു എന്തൊക്കെ ചെയ്ത് നോക്കിയിട്ട് മാറുന്നില്ല, അങ്ങനെ ഒക്കെ ആണെങ്കിൽ ഒന്ന് ട്രിം ചെയ്ത് നോക്കുന്നത് ബെറ്റർ ആണ്. അങ്ങനെ പാച്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ യൂസ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് വരുന്നത് ഇപ്പൊ ട്രാവൽ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ മാഡം ഇപ്പോൾ ട്രാൻസ്പ്ലാന്റിന് ശേഷം ഇപ്പോൾ നമുക്ക് ഇവിടെ പറയുന്നുണ്ട് ഇത്ര നോൺ വെജ് കഴിക്കാൻ പാടില്ല എന്ന്, ദിവസം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് മെസ്സേജ് വന്നിട്ട് കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇപ്പൊ എന്നെ കോൾ ചെയ്തിട്ടാണെങ്കിലും ചോദിക്കാറുണ്ട്, എന്റെ നമ്പർ പബ്ലിക് ആണ്. അപ്പൊ എന്നെ കോൾ ചെയ്തിട്ട് ചോദിക്കാറുണ്ട്, ഇന്ന് ഇപ്പോൾ ഫിഷ് അറിയാണ്ട് കഴിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇല്ലെങ്കിൽ ഇന്ന് വീട്ടില് എന്താ ചിക്കൻ കറിയാണ് കുറച്ച് കഴിച്ചോട്ടെ, ഇതൊക്കെ എന്നോടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് സൊല്യൂഷൻ വേണമെന്ന് പറയും. മെയിൻ ആയിട്ട് അത് കഴിക്കണ്ടെന്ന് പറയാൻ റീസണ് ബോഡി ഹീറ്റ് ഒക്കെ കൂടി പിന്നെ മുടി ഉണങ്ങാൻ ഡിലേ ആയി അങ്ങനത്തെ ഒരു ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാരണം നമ്മൾ ആന്റിബയോട്ടിക് ഒരാഴ്ച വരെ എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ മെഡിസിൻസിന്റെ കൂടി ഇതും കഴിച്ചു ഒന്നുകൂടി ഒരു അൾസർ പോലെ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു 15 ദിവസത്തേക്ക് എന്തായാലും അവോയ്ഡ് ചെയ്യുക. ഫസ്റ്റ് ഹെഡ് വാഷ് വരെ തീരെ കഴിക്കണ്ട. ഹെഡ് വാഷ് കഴിഞ്ഞാൽ എഗ്ഗ് വേണമെങ്കിൽ കഴിക്കാൻ തുടങ്ങാം, വാഷ് പ്രോപ്പറായി എല്ലാം കംപ്ലീറ്റ് ആയതിന്റെ ശേഷം വേണമെങ്കിൽ. ഫുൾ കംപ്ലീറ്റ് നോൺ വെജ് കഴിക്കാനാണെങ്കിൽ ഒരു 15 days വെയിറ്റ് ചെയ്താൽ മതി. കാരണം എന്താണെന്നറിയോ, ഇപ്പൊ ദുബായിൽ നിന്നൊക്കെ വന്നിട്ട് ഇപ്പൊ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ 10 ദിവസം 20 ദിവസം നാട്ടിൽ നിൽക്കുള്ളൂ. അപ്പൊ ഇവർക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഒരു ട്രീറ്റ്മെന്റ് വന്നു പിന്നെ അത് അറ്റ്ലീസ്റ്റ് അതിന് ഒരു എഫക്ട് ആവാതിരിക്കണല്ലോ. അപ്പൊ ഇത്രയും ദൂരം കഴിഞ്ഞ് വരുന്നതും ട്രീറ്റ്മെന്റ് വേണ്ടിയല്ലേ, അപ്പൊ അത് മോശമാവാൻ പാടില്ലല്ലോ. ഒരു 15 ദിവസം സഹിച്ചാൽ മതി. 15 ദിവസം 15 days 15 ദിവസം സഹിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് കഴിക്കാം. നോൺ വെജ് കഴിക്കാം. ഈ
ഇപ്പൊ ഇവിടെ പുറത്ത് ബോർഡുണ്ട് ദീപാവലിക്ക് ലീവ് പറഞ്ഞിട്ട് എത്ര 19 തൊട്ട് ഈ വരുന്ന ഞായറാഴ്ച തൊട്ട് അടുത്ത ഞായറാഴ്ച വരെ 19 to 26 ലീവാണ്. ഓക്കെ. ഇവിടെ ശരിക്കും ഈ ലീവേ ഉള്ളൂ അതോ വേറെ എന്തെങ്കിലും ലീവുകൾ? ലീവേ ഉള്ളൂ. ഈ ഒരു വർഷത്തിൽ ഈ ഒരാഴ്ചയാണ് ലീവ് വരുന്നത്. 19 to 26 ആണ്. അതിന് കൺസൾട്ടിങ്ങോ PRP GFC ഒന്നും ഉണ്ടാവില്ല. ഫുൾ ഹോസ്പിറ്റൽ ക്ലോസ്, എല്ലാവർക്കും ലീവാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഈ ദിവസങ്ങൾ നോക്കട്ടോ. ഈ മറ്റന്നാൾ വരെ 18-ാം തീയതി വരെ ഉണ്ടാകും. പിന്നെ 27 തൊട്ട് വീണ്ടും സ്റ്റാർട്ട് ആവും. 27 തൊട്ട് സ്റ്റാർട്ട് ആവും അല്ലേ? ഓക്കെ. കൺസൾട്ടിങ്ങും എല്ലാം 27 തൊട്ട് സ്റ്റാർട്ട് ആവുള്ളൂ. അതുവരെ ഒരാഴ്ച ലീവാണ്. അപ്പോൾ ഓൺലൈൻ കൺസൾട്ടിങ് നടക്കുമോ? ഫോണ് സംസാരിക്കാൻ അതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ നേരിൽ വരാൻ കൺസൾട്ടിങ് ഉണ്ടാവില്ല. ഫോണിൽ ഫോട്ടോ അയച്ചു തന്നാൽ നമുക്ക് പറഞ്ഞുതരാം. ഡേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ നമുക്ക് കോൾസ് ഒക്കെ അറ്റൻഡ് ചെയ്യും. അതിന്റെ ഒക്കെ റിപ്ലൈ അതെല്ലാം നോർമലൈസ് ചെയ്ത് തരും. പക്ഷെ ഇവിടെ വന്ന് ഡയറക്റ്റ് ഉള്ള കാര്യങ്ങൾ നടത്തില്ല. എനിക്ക് കോൾ വന്ന സമയത്ത് ഒരാൾ ചോദിച്ചത് സഫയർ മെത്തേഡ് ഇല്ലേ, അത് എപ്പോഴും 10 rupees ആണെന്ന് ചോദിച്ചു. ഇപ്പോഴും 10 rupees ഉള്ളൂ. അത് ചേഞ്ചസ് ഈ 1 month തന്നെ ചേഞ്ച് ആവുന്ന അന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, അന്ന് ചേഞ്ച് ചെയ്യാന്നുള്ള ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ കുറെ ആൾക്കാർ അതിനു വേണ്ടി ഇല്ല അത് തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞപ്പം നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഇപ്പോഴും 10 rupees തന്നെ ഉള്ളൂ. അപ്പോൾ സഫയറിന് 10 rupees തന്നെ ഉള്ളൂ. സഫയർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതെ, നീഡിലിപ്പോ ചെയ്യുന്നില്ല, സഫയർ മാത്രമേ ഉള്ളൂ. തലയിൽ താരനെന്ന് എഴുതി വന്നാട്ടോ. താരനല്ല, ഷാംപൂ ഫ്ലേക്സ് ആണ്. ശരിക്കും എന്റെ പ്രശ്നമാണ്. ഷാംപൂ നല്ലോണം വൃത്തിക്ക് ക്ലീൻ ചെയ്യാത്തോണ്ട് അതിന്റെ ഫ്ലേക്സ് എന്നാണ്. അത് വാഷ് ചെയ്യാൻ വന്നു. ഇപ്പൊ അത് വാഷ് ചെയ്യാം, നമുക്ക് വാഷ് ചെയ്യാം. ശരിക്കും വാഷ് ചെയ്താൽ മതി. ഞാൻ തന്നെ ഇപ്പൊ ഇവര് വാഷ് ചെയ്ത് തരും. സഫാനെ രാവിലെ കുളിക്കാണ്ട് വന്നല്ലേ? ഞാൻ പറഞ്ഞേ നമുക്ക് ആ ഒരു പേടിയുള്ളതുകൊണ്ട് നല്ലോണം അമർത്തി ഒരുക്കായിട്ടേ അതുകൊണ്ടാണ് അത് പോവാത്തത്. അപ്പൊ ശരിക്കും നല്ലോണം വാഷ് ചെയ്താൽ അല്ലെങ്കിൽ ഇത് വരും. എന്താ ബേബി ഷാമ്പു, ഫസ്റ്റ് ബേബി ഷാമ്പു നമ്മൾ കുളിക്കുന്ന പോലെ കേട്ടോ. ബേബി ഷാമ്പു ആണ് ഫസ്റ്റ് അപ്ലൈ ചെയ്യണം. വേഗം കിടക്കുന്ന ഷാവ എല്ലാരും മൂക്കിലെ പഞ്ഞേക്ക, ഇതിന്റെ ചെവിയിലെ പഞ്ഞി വെച്ചിട്ടുണ്ടോ? ഹെഡ്ഫോണാ എന്തിനാ എടുക്കണേ? മൂക്കിൽ വെക്കാനായിട്ടില്ലാന്ന് പറഞ്ഞു. നന്നായിട്ട് തേച്ചരച്ച് കൈ കൊടുക്കേ. ഫുൾ ചളിയെന്ന് പറഞ്ഞാൽ ഡസ്റ്റ്, ചളിയല്ലല്ലേ ഡസ്റ്റ്. നല്ല തണുപ്പില്ലേ? ഐസ് വാട്ടർ ആണ്. ഐസ് വാട്ടർ ഒന്നല്ല, കോയമ്പത്തൂർ തണുപ്പാടാ. ഊട്ടിയുടെ അടുത്തല്ലേ? 10 സിറിഞ്ച് സഫാന്റെ തലയിൽ വെക്കാൻ കൂടെ ഉണ്ടോ? 10 സിറിഞ്ച്. നമ്മളെ 20 ml ബ്ലഡ് എടുത്തിട്ട് മെഷീനിലിട്ട് കറക്കി അതിക്ക് പ്ലാസ്മിക് കൂട്ടി ഈ സിറിഞ്ച് കരിച്ച് കേട്ടോ. ഇത് ഇങ്ങനെ കുത്തും. ഒരു സിറിഞ്ച് ഓരോരുത്തന്നെ കുത്തൂല, അങ്ങനെ മാറ്റി മാറ്റി കുത്തൂലേ? പിന്നെ ആയിട്ട് ശരിക്കും ചെറിയ നമ്മളെ ഇൻസുലിന്റെ നീഡില്ലേ, ആ വലിപ്പമുള്ള നീഡില് അത്രേ ഉള്ളൂ. നമ്മള് ഇൻസുലിൻ കുത്തുന്നവർക്ക് അറിയാം. എത്ര പറഞ്ഞ പേടിയാ സൂചിയൊക്കെ ഇറങ്ങി. നീഡിൽ ഇങ്ങനെ ഇറങ്ങണത് അറിയട്ടോ, വേറെ ഒന്നുമില്ല. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തവർക്ക് ആ സൂചിത്തില്ല, ആ വേദന തന്നെ. സൈക്കബിൾ പെയിൻ, എന്നാ പെയിൻ ഇല്ലാന്ന് പറയണില്ല കേട്ടോ. പെയിൻ ഉണ്ട് ചെറുതായിട്ട്. സൂചി ഉണ്ടാക്കുമ്പോൾ അല്ലാതെ ആ സാധനം പ്രസ് ചെയ്യുമ്പോ വേദന ഒന്നുമില്ല. ഒരു സിറിഞ്ച് എത്ര ഭാഗത്ത് വെക്കണം? ഈ മരുന്ന് ഇറങ്ങുമ്പോ തന്നെ ഒരു ഇഞ്ചക്ഷനിലേക്ക് 10 പ്രാവശ്യം വെക്കുന്നു. മുടി ഇങ്ങനെ തെറിച്ചു വരുന്നു. മുടി എങ്ങനെ വരുന്നു? ഇങ്ങനെ തെറിച്ചിട്ട് പൊളിക്കും. ഈ മെഷീൻ ഉള്ളതുകൊണ്ടാണ് വല്ലാതെ അറിയാത്തത്. മൊത്തത്തിൽ ഇങ്ങനെ തരിക്കല നിന്നിട്ട് വൈബ്രേറ്റിംഗ്. അപ്പൊ എവിടെ കുത്തിന് ചിലപ്പോൾ മനസ്സിലാവില്ല, ചില സമയത്തൊക്കെ ഇങ്ങനെ കുത്തിന് അറിയണ്ട ഇറങ്ങണത്. മൊത്തത്തിൽ ധരിച്ചപ്പോ ഇത് മനസ്സിലാവണില്ല. 4 മാസത്തിന് ശേഷല്ലേ GFC? അടിപൊളി. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നന്നായിട്ട്. പെയിന് പുറത്തേക്ക് വരട്ടെ, മുഖത്ത് വരട്ടെ, ആ ഭാവം വരുന്നില്ല. ഇനി വരുന്ന ശരിയാവൂല. ഇനി ഇവിടെ ശരിയാക്കാന്നോ? വേദന ഉണ്ടോ? ഇല്ല, വലിയ വേദന. ചെറിയ സെൻസിറ്റീവ് സ്കിന്നിൽ മാത്രം വെക്കുമ്പോൾ ചെറിയൊരു പെയിൻ വരുന്നുണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. വേറല്ല, നോർമൽ. ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ പെയിൻ അത്ര അറിയുന്നില്ല. അതാണ് എക്സ്പീരിയൻസ്. അങ്ങനെ കഴിഞ്ഞ് GFC എടുത്ത്, അതുപോലെ ഹെഡ് വാഷും കഴിഞ്ഞ്, അതുപോലെ നമ്മുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്തു. ഇപ്പൊ ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് എന്ന് കാണാം? അടുത്ത അടുത്ത മാസം നമ്മള് എന്തായാലും വരാം. കാരണം പെങ്ങൾക്ക് മറ്റേ ലൈസറും ട്രീറ്റ്മെന്റും കൂടെ ഉണ്ട്. ഇപ്പൊ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണ നമ്മളെ ഷിയാബിന്റെ സിസ്റ്ററാണ്. അപ്പോ ഫേസിന്റെ ചെറിയ അല്ലേ അത് ഉണ്ടായി. ഏതായാലും റിസൾട്ട് റെഡി ആയിട്ട് ഞങ്ങൾ വീഡിയോ കേട്ടോ. അപ്പൊ ഏതായാലും അടുത്ത വീഡിയോ കാണാം.